അത്ലറ്റ് ബിസിനസ് പോവും, നിന്റെ വാചകം ബാംഗ്ലൂരിൽ നിന്ന് ആൾക്കാർ വരും, കൽക്കട്ടയിൽ നിന്ന് ആൾക്കാർ വരും. അങ്ങനെ ഓരോ സംഭവം കേട്ടപ്പോൾ ഞാൻ ആകപ്പാടെ സത്യം പറഞ്ഞ ഒരു വല്ലാത്ത രീതിയിലായിപ്പോയി. അങ്ങ് അഡ്വാൻസും തന്നു തന്നെ, മാന്യമായിട്ടുള്ള അഡ്വാൻസ് തന്നു. ഇതുവരെ ലൊക്കേഷനിൽ തിരിഞ്ഞു നോക്കിയാ ഇല്ല. എനിക്ക് ഓരോ കാര്യങ്ങളും ഇതേപോലെ എനിക്ക് വിസ്തരിക്കണം. ഇതവിടെ നിൽക്കട്ടെ, ഇതവിടെ നിൽക്കട്ടെ. ഞാൻ പോവാ സാറേ, എനിക്കൊന്നും വയ്യ. നിന്നെ അങ്ങനെ വിടൂല. നിന്നെ നോക്കിയോ, നിനക്കെതിരെ കേസ് കൊടുത്ത് ഞാൻ പൈസ തിരിച്ചു വാങ്ങിച്ചില്ലെങ്കിൽ എന്റെ പേര് അമ്പുചാട്ടൻ. നീ പോയി നോക്ക്. അപ്പുവിനെ വിളിച്ച് പറഞ്ഞേരെ, ഞാൻ പോവാണെങ്കിൽ എവിടെ ആണെങ്കിലും ഇരുട്ടഴി കൊടുത്തേക്കാൻ പറ. എന്റെ കയ്യും കാലും തല്ലി പിടിച്ചേരെ. വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നീ ഇവിടുന്ന് എൻ്റെ അടുത്ത് പറയാതെ പോവുകയാണെങ്കിൽ നിന്റെ കയ്യും കാലും മുട്ടും ഞാൻ തല്ലി ഓടിക്കൂടാ, അത് യാതൊരു സംശയവും. എടാ ഞാൻ വന്ന വഴി നിനക്കറിയാമല്ലോ. അപ്പുറത്തെ ഇടവഴി വഴിയിൽ കയറി വന്ന് അവിടെ കൂടെ. ഈ വഴിയല്ല, ഞാൻ ഈ ലെവലിൽ എത്തിയതിന് വേറെ ഒരു വഴിയുണ്ട്, അത് തമ്പിക്ക് അറിയാം കേട്ടാ. ഡേ, ഈ വള ഇവിടെ ഇങ്ങനെ ചുരുട്ടി വെച്ചിട്ട് നിന്റെ ഇതിങ്ങനെ കയറ്റി വെച്ചിട്ട് ഒരു ഇടി അറിയാം നിനക്കറിയാം, തമ്പിക്കറിയാം. ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. എടാ, ഇതിങ്ങനെ പിടിച്ചിട്ട് ഇടിയെല്ലാം ഉണ്ടല്ലോ, നീ തെറിച്ച് വീഴും, ഞാൻ ജയിലിൽ കിടക്കും. എന്നാലും വേണ്ടില്ല, ഈ പടം എനിക്ക് ഇറക്കാൻ താല്പര്യമില്ല. ഭീഷണിപ്പെടുത്തുവാണെങ്കിൽ സാറേ എനിക്ക് സംഘടനയൊക്കെ ഉണ്ട്, ചോദിക്കാം കേട്ടോ. ഏത് സംഘടനയുള്ള ആളെങ്കിൽ വിളി, അവരുടെ അടുത്ത് ഞാൻ പറയാം. സംഘടനയിൽ മെമ്പർഷിപ്പ് കിട്ടില്ലല്ലോ. സംഘടനയിൽ മെമ്പർഷിപ്പ് കിട്ടിയില്ല, കിട്ടിയാ അപ്പൊ അവർക്കും അറിയാം. എടാ, എന്താ നിനക്ക് സംഘടനയിൽ മെമ്പർഷിപ്പ് കിട്ടാത്ത? സംവിധായകരുടെ സംഘടനയിൽ എന്താ നിനക്ക് മെമ്പർഷിപ്പ് കിട്ടാത്ത? നീ പറ, നീ പറ, കാര്യം പറ, നീ മിണ്ടരുത്. അല്ല, അതെ, ഏതെങ്കിലും ഒരു സിനിമ 10 ദിവസം തിയേറ്ററിൽ കളിച്ചാലേ മെമ്പർഷിപ്പ് കൊടുക്കുള്ളൂ. അവിടെയും കോൺഗ്രസിന്റെ കളി ഉണ്ടായിരുന്നു. അതിനുള്ള ഓട്ടത്തിലാ പോവാ. ഇതൊക്കെ നിനക്ക് അന്ന് തുറന്ന് പറഞ്ഞുകൂടായിരുന്നു. എന്റെ നമ്മള് കരുതിയത് ഈ പടം 10 ദിവസം ഓടുന്നു പറഞ്ഞേ, അങ്ങനെ സംഭവം ഉണ്ടായത്. ഒരു കാര്യം ചെയ്യും, കാതറിനെ വിളി. എനിക്ക് ഈ കഥാപരമായിട്ടും ഓരോ കാര്യങ്ങൾ എനിക്ക് ചോദിക്കാനുണ്ട്. കാതറിനെ വിളിച്ച് ഇത് അങ്ങനെ അങ്ങ് ഇന്ന് ഒരു തീരുമാനം എടുക്കണില്ല. അത് വൈകുന്നേരം പറയും. മുമ്പ് ചാടിക്കാരെ പറയണ്ട. നിന്നെ ബുക്ക് ചെയ്യുന്ന വിവരമൊന്നും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. നീ ആരെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. ഇതിനൊക്കെ വേറെ കഥകളുണ്ട്. എൻ്റെ അടുത്ത് പറഞ്ഞിരുന്ന ഏത് ആർട്ടിസ്റ്റ് ഇപ്പൊ ഏത് ആർട്ടിസ്റ്റ് എനിക്ക് അറിയണം, അതൊക്കെ ചോദിക്കണം. ആരുടെ സെറ്റപ്പാണെന്ന് എനിക്ക് പറയണം. കാതരം വിളിക്കട്ടെ. എൻ്റെ അടുത്ത് പറഞ്ഞ കഥയല്ല ഇവിടെ ഷൂട്ട് ചെയ്യണമെന്ന് തമ്പി പറഞ്ഞ് ഞാൻ അറിഞ്ഞു. എൻ്റെ അടുത്ത് പറഞ്ഞ കഥയല്ല ഇപ്പൊ ഇവിടെ ഷൂട്ടിംഗ് നടക്കുന്നത്. അവനൊന്നും ഇങ്ങോട്ട് വിളിക്കണ്ട. അവൻ വലിയ മഹാരാജാവല്ലേ, നമുക്ക് അങ്ങോട്ട് പോയി കാണാം. അവനും വെച്ചിട്ടുണ്ട്. ആരെങ്കിലും ഇടപെട്ടാ മൂക്കിടിച്ച് പരത്തു ഞാൻ. എടീ, നീ അവനൊക്കെ ഇച്ചിരിക്കുന്നത് അടിയോടോടി. ഓളെപ്പോഴും ഓന്റെ നേരത്തെ നീ വിട്ടരുത്. സാർ, ഞാൻ വെറും പാവമാണ് സാർ, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല.